10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആവോളം അനുഭവിച്ചവരാണ് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളും മിഡിൽ റേഞ്ചിലുള്ള നേതാക്കളും താഴെത്തട്ടിലുള്ളവരും. അതുകൊണ്ട് വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത് എന്ന ആത്യന്തിക പ്രമാണം അത് ശരിവെക്കുന്ന രീതിയിലാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മയപ്പെട്ടതെന്ന് കരുതാം. നോക്കൂ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പതിറ്റാണ്ട് മുൻപ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ അറമ്പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെ മാർത്തട്ടോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ബലമുള്ളൂ. അത് ബക്കറ്റിൽ കോരിവെച്ച വെള്ളം എന്ന രീതിയിൽ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് അന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളുടെ സ്പിരിറ്റാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വൈകിയെങ്കിലും മനസ്സിലാക്കിയത്. കെ സുധാകരൻ അത് മനസ്സിലാക്കി എന്ന് കരുതണം. കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പിണറായി വിരുദ്ധത, CPM വിരുദ്ധത, ഭരണവിരുദ്ധത, അതിനൊരു മാൻഡേറ്റ് ഉണ്ട്, അതിനൊരു വോട്ടുണ്ട്, അതിനൊരു ഫോളോയിങ് ഉണ്ട്. അതിൻ്റെ പ്രോഡക്റ്റാണ് കെ സുധാകരൻ. അല്ലാതെ സുധാകരൻ എന്ന വ്യക്തിക്ക് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് മറ്റ് ഇടങ്ങളിലും സംഭവിക്കുന്നത്. അതുകൊണ്ടൊരു റിബൽ ശല്യം എക്കാലത്തേക്കാൾ കുറവാണ്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് UDF എല്ലാവരെയും വിസ്മയിപ്പിച്ചത്. പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം എന്നൊക്കെ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ 4-5 ഉപതെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ രീതിയിലുള്ള വേഗത്തിലാണ് UDFന് സ്ഥാനാർത്ഥികൾ വന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വന്നത്. പക്ഷേ അതിൽ നിന്നും ലേശം വിഭിന്നമായി മുൻകാലങ്ങളിലെ ഒരുതരം ആഴക്കുഴമ്പൻ നിലപാടുകൾ അത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പഴയ DNA അതിപ്പോഴും വിട്ടുപോയിട്ടില്ല. കോൺഗ്രസിൻ്റെ ജനിതക ഘടന അങ്ങനെയാണ്. അവസാന നിമിഷം മാത്രമേ എല്ലാം ഫിക്സ് ചെയ്യൂ